നമസ്കാരം. നിയമസഭാ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ സെലിബ്രിറ്റികളെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ വളരെ വ്യാപകമായി പണ്ട് മുതലേ തന്നെ അവർ ഫലപ്രദമായി ഉപയോഗിച്ചു വന്നിട്ടുള്ള ഒന്നാണ്. എന്നാൽ കേരളത്തിലാകട്ടെ പലപ്പോഴും സെലിബ്രിറ്റികൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുന്നു എന്നുള്ളതല്ലാതെ മത്സരിക്കുന്നത് വളരെ അപൂർവതയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഒരുപക്ഷെ അങ്ങനെ സിനിമാ ബന്ധമുള്ള ഒരാൾ ആദ്യമായി മലയാള സിനിമയിൽ നിന്ന് എത്തി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചയാൾ രാമു കാര്യാട്ടാണ്. ചെമ്മീൻ എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാള സിനിമയെ ലോകത്തോളം വിശ്വത്തോളം ഉയർത്തിയ സംവിധായകനായ രാമു കാര്യാട്ടാണ് 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാട്ടിക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. പക്ഷേ അന്ന് ആർക്കും ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് തന്നെ നിയമസഭ കൂടിയതുമില്ല. പിന്നീടൊരിക്കലും രാമു കാര്യാട്ടിനെ ഒരു നിയമസഭാ സാമാജികനോ പാർലമെൻറ്റ് അംഗമോ ആകാൻ കഴിഞ്ഞതുമില്ല. ശരിക്കും പറഞ്ഞാൽ പ്രേം നസീർ 1987 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ UDF വേണ്ടി അദ്ദേഹം കേരളം മുഴുവൻ പ്രചരണത്തിന് ഇറങ്ങിയെങ്കിൽ പോലും അക്കുറി ഭരണം ലഭിച്ചത് LDF അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം അദ്ദേഹം സ്ഥാനാർത്ഥിയായില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ആശ്വാസകരമായ കാര്യം. ശരിക്കും ഒരു സിനിമാ നടൻ ആദ്യമായി മലയാള സിനിമയിൽ MLA ആവുകയും മന്ത്രിയാവുകയും ചെയ്തത് KB ഗണേഷ് കുമാർ തന്നെയാണ്. താൻ വളരെ മിടുക്കനായ ഒരു മന്ത്രിയാണെന്ന് അദ്ദേഹം ആദ്യ വട്ടം തന്നെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി. പിന്നീട് മലയാള സിനിമയിലെ പ്രമുഖരായ സംവിധായകരും നിർമ്മാതാക്കളുമൊക്കെ തന്നെ നിയമസഭാ സാമാജികരൊക്കെ ആയ നമ്മൾ കണ്ടതാണ്. മഞ്ഞളാംകുഴി അലിയും അതുപോലെ മറ്റു പലരും സിനിമയിൽ വളരെ സജീവമായിരിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ ഒരു സെലിബ്രിറ്റി തന്ത്രം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി വിനിയോഗിക്കാൻ രംഗത്തിറങ്ങുന്നത് 2020 തന്നെയാണ്. 2020 നമുക്കറിയാം അങ്ങേയറ്റം വളരെ പ്രൊഫഷണലായ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. സാബു ജേക്കബ് എന്ന മിടുമിടുക്കനായ ടെക്നോക്രാറ്റിൻ്റെ നിയന്ത്രണത്തിലുള്ള അദ്ദേഹത്തിന് കീഴിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എന്താണ് വേണ്ടതെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും സെലിബ്രിറ്റികളെ അവർ സ്ഥാനാർത്ഥികളായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അഖിൽ മാരാർ തന്നെയാണ്. അഖിൽ മാരാർ ബിഗ് ബോസിലൂടെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. അതൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ്. കൂടാതെ സാമൂഹ്യ വിഷയങ്ങളിലൊക്കെ തന്നെ പിണറായി സർക്കാരിനെ അതിരൂക്ഷമായ രീതിയിൽ തന്നെ വിമർശിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ആദ്യകാലങ്ങളിൽ പലരും പറഞ്ഞ് കേട്ടിരുന്നത് അഖിൽ മാരാർ UDF കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ കൊട്ടാരക്കര മത്സരിക്കുമെന്നൊക്കെ ആയിരുന്നു. ഏതായാലും കൊട്ടാരക്കര അതിനുള്ള സാധ്യത ഇപ്പോൾ ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അഖിൽ മാരാരെ 2020 അംഗമാക്കുകയും അദ്ദേഹത്തെ കൊല്ലം ജില്ലയിൽ നിന്ന് മാറ്റി എറണാകുളം ജില്ലയിൽ തൃക്കാക്കരയിലേക്ക് പരിഗണിക്കുകയുമാണ് ചെയ്തത്. ഏതായാലും ഇത് വളരെ ഉചിതമായൊരു കാര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അഖിൽ മാരാറെ തൃക്കാക്കരയിലേക്ക് എത്തിക്കുമ്പോൾ തൃക്കാക്കര UDF ഒരു ഉരുക്ക് കോട്ടയാണ് എങ്കിൽ പോലും തൃക്കാക്കര മണ്ഡലം ഒരുപാട് യുവജനങ്ങൾക്ക് ന്യൂജൻ തലമുറയ്ക്ക് വോട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ അഖിൽ മാരാരുടെ സ്ഥാനാർത്ഥിത്വം തീർച്ചയായും ഏറെ ശ്രദ്ധ പിടിച്ച് പറ്റും എന്ന് തന്നെയാണ്. അതുപോലെയാണ് കഴിഞ്ഞ ദിവസം 2020 പുറത്തുവിട്ട പട്ടികയിൽ വീണ നായർ, അഞ്ജലി നായർ, അതുപോലെ ലക്ഷ്മി പ്രിയ തുടങ്ങിയ സിനിമയിലും സീരിയലിലും ഒരുപോലെ സജീവമായിട്ടുള്ള നടിമാരെയൊക്കെ തന്നെ അവർ സ്ഥാനാർത്ഥികളാക്കാൻ തീരുമാനിച്ചത്. ഇവർക്ക് ജനങ്ങൾക്കിടയിൽ എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പുവരാൻ കഴിയുകയില്ല. കേരളത്തിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രബുദ്ധരാണ്. ഈ കലാകാരന്മാരുടെ സിനിമയൊക്കെ കണ്ടവർ ആസ്വദിക്കുകയും അതിന് നന്നായി അപ്രിസിയേഷൻ നടത്തുകയൊക്കെ ചെയ്യുമെങ്കിൽ പോലും ഇവർ സ്ഥാനാർത്ഥികളായി എത്തുമ്പോൾ എത്രത്തോളം ആളുകൾ അവർക്ക് വോട്ട് ചെയ്യും എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പുവരാൻ കഴിയുകയില്ല. എങ്കിലും ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ നീക്കമായിട്ട് വേണം കണക്കാക്കാൻ. കാരണം അജ്ഞാതരായ ആളുകളെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നതിനേക്കാളും നല്ലത് ഇപ്പോൾ 2020 സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളിനെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് സെലിബ്രിറ്റികളെ പുതുതായി രംഗത്തിറക്കുക. ആം ആദ്മി പാർട്ടി ചെയ്തതിൻ്റെ അതേ ഒരു രീതിയിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൃത്യമായി ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ സീരിയലിലൂടെ സിനിമയിലൂടെയൊക്കെ തന്നെ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞ ആളുകളെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറയുന്നത് 2020 വളരെ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിഞ്ഞ ഒരു തന്ത്രം തന്നെയാണ്. ഏതായാലും ഇവർക്കെല്ലാം തന്നെ സാമാന്യം തരക്കേടില്ലാത്ത രീതിയിൽ വോട്ട് പിടിക്കാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. ആളുകൾക്കറിയാത്ത ഒരുപക്ഷെ മറ്റ് സാംസ്കാരിക നായകരെയോ മറ്റ് എഴുത്തുകാരെയൊക്കെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് ഇത്തരത്തിൽ ടെലിവിഷനിലൂടെയും സിനിമയിലൂടെയൊക്കെ തന്നെ സെലിബ്രിറ്റികളായി മാറിയ നിരവധി പ്രമുഖരെ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കുന്നത്. ഏതായാലും ഇതൊരു പുതിയ ട്രെൻഡ് തുടക്കം കുറിക്കും എന്നുള്ളതും ഉറപ്പാണ്. കഴിഞ്ഞ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭീമൻ രഘു, ജഗദീഷ് തുടങ്ങിയ പല പ്രമുഖരും മത്സരിച്ചിരുന്ന കാര്യം നമുക്ക് ഓർമ്മയുണ്ട്. പത്തനാപുരം മണ്ഡലത്തിൽ 3 പേരും സിനിമാ നടന്മാരായിരുന്നു. KB ഗണേഷ് കുമാറിനെതിരെ നടൻ ജഗദീഷ് UDF സ്ഥാനാർത്ഥിയായും ഭീമൻ രഘു BJP സ്ഥാനാർത്ഥിയുമായി രംഗത്തെത്തിയിരുന്നെങ്കിലും വിജയം വർഷങ്ങളായി ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ ആയി തന്നെ പ്രവർത്തിക്കുന്ന ഗണേഷ് കുമാറിന് തന്നെയായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ജനങ്ങൾ സിനിമാക്കാരെ തങ്ങളുടെ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളായി കാണുന്നതിനൊപ്പം തന്നെ ഇവർക്ക് തങ്ങളുടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് എങ്ങനെ ഉപകരിക്കാൻ കഴിയും എന്നുള്ള കാര്യം കൂടി ആളുകൾ ചിന്തിക്കും. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ MLA എന്നുള്ള നിലയിൽ തന്നെ അങ്ങേയറ്റം കഴിവ് തെളിയിച്ച വ്യക്തി തന്നെയായിരുന്നു. ഒരുപക്ഷെ ജഗദീഷിനും ഭീമൻ രഘുവിനും ഒക്കെ തന്നെ അവരുടേതായ കഴിവുകളുണ്ടായിരിക്കാം. പക്ഷേ അവർ മത്സരിക്കാൻ ചെന്ന മണ്ഡലം
പതനാപുരമായി പോയി എന്നുള്ളത് തന്നെയാണ് അവർ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളായി മാറിയിരുന്നത്. ഒരുപക്ഷെ കോളേജ് അധ്യാപകനൊക്കെ ആയിരുന്ന ജഗദീഷിനും പോലീസിൽ ഉയർന്ന പദവി വഹിച്ചിരുന്ന ഭീമൻ രഘുവിനൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരു നിയമസഭാ അംഗം എന്നുള്ളത് ചെയ്യാൻ കഴിയുമായിരുന്നിരിക്കാം. പക്ഷേ അവർ മത്സരിക്കാൻ ചെന്നത് പത്തനാപുരത്തായിരുന്നു. അവിടെ ഗണേഷ് കുമാറിൻ്റെ ശക്തി കേന്ദ്രത്തിലാണ് അല്ലെങ്കിൽ ഉരുക്കുകോട്ടയിലാണ് മത്സരിക്കാൻ ചെന്നത് എന്നുള്ളതാണ് അവർ നേരിട്ടൊരു പ്രതിസന്ധി. എങ്കിൽ പോലും എല്ലാവർക്കും നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള പല സെലിബ്രിറ്റികളെയും BJP സ്ഥാനാർത്ഥികളാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതായാലും 2020 ഈ ഒരു തന്ത്രം ഇത് ഭാവി നാളെ കണക്കാക്കിയുള്ളതാണ് എന്ന് വേണം കണക്കാക്കാൻ. കാരണം സെലിബ്രിറ്റികൾ മത്സരിക്കാൻ ഇറങ്ങിയാൽ അവർക്ക് എത്ര വോട്ട് ലഭിക്കുമെന്നും അവർക്ക് ജനങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വീകാര്യതയുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഒരുപക്ഷെ അടുത്ത ഒരു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ കൂടുതൽ സെലിബ്രിറ്റികളെ രംഗത്തിറക്കാൻ എന്നുള്ളതിൻ്റെ ഒരു ഗുണപാഠം കൂടി അവർക്ക് ഇതിൽ നിന്ന് ലഭിക്കും എന്നുള്ള കാര്യം കൂടി കണക്കാക്കിയായിരിക്കാം വളരെ പ്രൊഫഷണലായ രീതിയിൽ ഇത്തരത്തിലുള്ളൊരു നീക്കം ഇപ്പോൾ 2020 നടത്തിയിരിക്കുന്നത്.